അങ്ങനെ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന പർപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ചേച്ചിയാണ്. പുള്ളിക്കാരത്തിൻ്റെ പേര് അശ്വിനി എന്നാണ്. പുള്ളിക്കാരത്തിൻ്റെ അക്കൗണ്ടിൻ്റെ പേരാണ് പർപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി എങ്ങനെയാണ് ഫേമസ് ആയതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു സെറ്റിങ്സ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പോലെ സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം സബ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന യൂട്യൂബ് പോലെ കാശലവുള്ള കാര്യമൊന്നുമല്ല. എന്ന് വെച്ചാൽ കുറച്ച് പൈസ കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ട്യൂഷൻ ക്ലാസ്സിൽ പോയി ട്യൂഷൻ പഠിക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ നമ്മുടെ ട്യൂഷൻ ടീച്ചർക്ക് നമ്മൾ ഒരു ഇത്ര രൂപ മാസം നമുക്ക് ക്ലാസ് എടുക്കുന്നതിന് ഒരു ഫീസ് കൊടുക്കും. അപ്പോൾ ഫീസ് കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ക്ലാസ് എടുത്ത് കൊടുക്കുന്നതിനെയാണ് ഒരു ട്യൂഷൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിം മെത്തേഡാണ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വേണ്ടി മാത്രം ചില വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്ന ഒരു പുള്ളിക്കാരത്തിയാണിത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ചേച്ചിക്ക് ഡേ ടു ഡേ 2000 സബ്സ്ക്രൈബേഴ്സാണ് കൂടിക്കൂടി വരുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ 16,000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഇന്ന് നോക്കുമ്പോൾ അത് 18,000 സബ്സ്ക്രൈബേഴ്സ് അടുത്തായിട്ടുണ്ട്. അപ്പോൾ പെർ ഡേ 2000 സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്ന അത്രയും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ് ഈ പറയുന്ന പർപ്പിൾ. അപ്പോൾ ഈ പറയുന്ന ഒരു സബ്സ്ക്രൈബറിന് അല്ലെങ്കിൽ ട്യൂഷൻ പഠിക്കുന്ന ഒരു ട്യൂഷൻ കുട്ടിക്ക് ചാർജ് ചെയ്യുന്നത് 390 രൂപയാണ്. 390 രൂപ വെച്ച് 18,000 പേർക്ക് നിങ്ങൾക്കൊന്ന് കൂട്ടി നോക്കി അറിയാൻ പറ്റും. ഏകദേശം 80 ലക്ഷമോ 75 ലക്ഷം രൂപയോളം വരും. അപ്പോൾ 75 ലക്ഷം രൂപ ഇപ്പം തന്നെ ആയി. ഇനി ഡേ ടു ഡേ വരുന്ന സാഹചര്യത്തിൽ അത് 1 കോടി രൂപ എന്തായാലും കടക്കുമെന്നുള്ള കാര്യം കൺഫേം ആണ്. പെർ മന്ത് 1 കോടി രൂപ അല്ലെങ്കിൽ ഇപ്പോൾ പെർ മന്ത് 75 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു. അപ്പോൾ കേരളത്തിലെ കോടീശ്വരി ആവാനായിട്ട് അധികം നാളൊന്നും വേണ്ട. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ യൂസഫലിനെയും അല്ലെങ്കിൽ ഒക്കെ ഇപ്പോൾ വെട്ടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർ മന്ത് ഇത്രയും പൈസ ഇനിയിപ്പോൾ കൂടിക്കൂടി വരുമല്ലോ ഇത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും കേരളത്തിലെ ഒരു കൊച്ചു കോടീശ്വരി ആവാനായിട്ട് പുള്ളിക്കാരത്തിക്ക് വൻ സ്കോപ്പാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അധികം ഫോളോവേഴ്സൊന്നുമില്ല. ഏകദേശം ഒരു 2 ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന പർപ്പിൾ എന്ന വ്യക്തിയെ ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോസൊക്കെ ഇട്ട്, അതായത് മോശം രീതിയിൽ വീഡിയോസൊക്കെ ഇടുന്ന വ്യക്തികൾക്കെതിരെ ഇപ്പോൾ കേസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പുള്ളിക്കാരത്തി. ഇപ്പോൾ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് എതിരെ വരുന്ന നെഗറ്റീവ് വീഡിയോസ് അല്ലെങ്കിൽ മോശപ്പെട്ട വീഡിയോസ് ഈ പറയുന്ന കേസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുഴപ്പമില്ലാത്ത കാര്യം തന്നെയാണ്. നമുക്കതിനകത്ത് തെറ്റു പറയാനൊന്നും പറ്റൊന്നുമില്ല. പുള്ളിക്കാരത്തിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിലുള്ള വീഡിയോസ് ഷെയർ ചെയ്യണം, എങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്ന് അപ്പിയർ ചെയ്യണം, അതൊക്കെ പുള്ളിക്കാരത്തിയുടെ മാത്രം ഇഷ്ടമാണ്. അപ്പോൾ അതിൽ കയറി അധികം ആളുകൾ ഇടപെടാൻ നിൽക്കണ്ട. ഇടപെടുന്നവർക്കെതിരെ നല്ല രീതിയിലുള്ള പണിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കേസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തം പണിവാളിപ്പോവും. പിന്നെ ഈ പറയുന്ന ഈ പർപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു അശ്വിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല. കാരണം പുള്ളിക്കാരത്തി സ്വന്തം ഇൻസ്റ്റഗ്രാം ഐ ഡിയിലാണ് ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ചാനൽ സബ് ചെയ്യുന്നതൊക്കെ ജനങ്ങളുടെ ഇഷ്ടമല്ലേ. ഈ പറയുന്ന 18,000 പേര് ഈ ഒരു അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഈ പറയുന്ന അശ്വിനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ തെറ്റല്ല. ഇപ്പോൾ കുറേ പേര് പറയുന്നത് മലയാളികളുടെ ലൈംഗിക താല്പര്യങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു ചേച്ചിയാണിതെന്നാണ്. ഒരിക്കലും ഞാനങ്ങനെ പറയില്ല. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരാളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ചാനൽ സബ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. വേണ്ടാത്തവരെ ചെയ്യണ്ട, വേണ്ടവരെ ചെയ്യുന്നു. അതിന് ആ ഒരു വ്യക്തിയെ തെറ്റ് പറഞ്ഞിട്ടുണ്ട് കാര്യം. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ, ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ഇതുപോലെ കാശുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഓരോരുത്തർക്കും ചെയ്തു വെച്ചിരിക്കുന്നത്. അത് ഏത് രീതിയിലുള്ള വീഡിയോസ് ചെയ്യണമെന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഇഷ്ടമാണ്. അതിനകത്ത് മെറ്റ ആയാലും ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള മെറ്റ ആയാലും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ നിയമമായാലും എല്ലാവിധ അധികാരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആരും ഈ ഒരു പെൺകുട്ടിയെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്ന ഒരാളല്ല. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഒരു ടോപ്പിക്കാക്കിയ കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കേരളത്തിലോ ഇന്ത്യയിലോ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ട് ഈ പറയുന്ന അശ്വിനി. അപ്പോൾ ഏകദേശം ഒരു മാസം 75 ലക്ഷം രൂപയോളം ഇപ്പോൾ സമ്പാദിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി അത് 1 കോടിയാവും, 1.5 കോടിയാവും, 2 കോടിയാവും. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ കൂടി വരും. അപ്പോൾ കേരളത്തിലെ ഒരു കൊച്ചു കോടീശ്വരി ആവാനായിട്ട് ഈ ഒരു ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനിലൂടെ ഈ ഒരു പെൺകുട്ടിക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. 75 ലക്ഷം രൂപയൊക്കെ ഒരു മാസം സമ്പാദിക്കുന്നവർക്ക് എന്തൊക്കെ ചെയ്യാം. പുതിയ വീട് വെക്കാം, കാറ് വാങ്ങാം, ഫ്ലാറ്റ് വാങ്ങാം, അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ടൂർ പോവാം. ഒരു സാധാരണ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു സാധാരണ കോപ്പറേറ്റീവ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ജോലിയുള്ളവരായിക്കോട്ടെ,
എനിവേ പറയുമ്പോൾ ഏറ്റവും വലുത് തന്നെ പറയാം. ഇപ്പോൾ ഒരു പ്ലെയിനിൻ്റെ പൈലറ്റ് ആയിക്കോട്ടെ, ക്യാപ്റ്റൻ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ മാസം മാക്സിമം കിട്ടുന്നത് 8 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയ്ക്ക് താഴെ ആയിരിക്കും. എങ്ങനെയൊക്കെ പോയാലും 10 ലക്ഷം രൂപയ്ക്ക് താഴെ കിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് വെറുതെ വീട്ടിലിരുന്ന് ചില വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഇത്രയും വലിയൊരു എമൗണ്ട് ആൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു സാധ്യത നമുക്ക് മുമ്പിൽ വരുന്ന സമയത്ത് അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അതിലൂടെ എങ്ങനെ പണം സമ്പാദിക്കാം എന്നൊക്കെ ഉള്ളത് ഭയങ്കരമായിട്ട് ഈ പറയുന്ന ഈ ഒരു വ്യക്തിയെ കണ്ട് നമുക്ക് ഇൻസ്പയർഡ് ആവാം. ഇപ്പോൾ ഈ ഒരു അശ്വിനി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ സബ്സ്ക്രിപ്ഷൻ കണ്ട് ഇപ്പോൾ ഒത്തിരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇൻസ്റ്റഗ്രാമിൽ തങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഓണാക്കിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ ഇത്രയില്ല. പുള്ളിക്കാരത്തിയാണ് മെയിൻ. എന്താണെങ്കിലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് സബ് ചെയ്ത് പുള്ളിക്കാരത്തി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം ഇടുന്ന വീഡിയോസൊക്കെ കാണാം. താല്പര്യമില്ലാത്തവർ ആ വഴിക്ക് പോവാത്താണ് നല്ലത്. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ കേസായി, കോടതി കയറി നിരങ്ങലായി. അപ്പോൾ അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അതിൻ്റെയൊന്നും ഒരു ആവശ്യമില്ല. ആ ചേച്ചിയുടെ വഴിക്ക് പൊക്കോട്ടെ, നമുക്ക് നമ്മുടെ വഴി. അപ്പോൾ ഈ ഒരു വീഡിയോയെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്